എല്ലാവർക്കും നമസ്കാരം. 93ാമത് ശിവഗിരി തീർത്ഥാടനം ഇങ്ങെത്തുകയാണ്. ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിൻ്റെ തീർത്ഥാടനം എന്നാണ് നാം എല്ലാവരും അറിയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനമെന്ന സങ്കല്പം, ആ സങ്കല്പവുമായി ഗുരുവിൻ്റെ അരികിലേക്ക് നാഗമ്പടം ക്ഷേത്ര മൈതാനത്ത് ഗുരു വിശ്രമിക്കുന്ന അവസരത്തിൽ ഗുരുവിൻ്റെ അരികിൽ ചെല്ലുന്നവർ ശിവഗിരി തീർത്ഥാടനം എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം അറിയുകയും പറയുകയും എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് ശിവഗിരി തീർത്ഥാടനം, ഈ തീർത്ഥാടനം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ മുൻപിൽ തീർത്ഥാടനത്തെക്കുറിച്ച് അനുവാദം ചോദിക്കാൻ വന്നവർ അങ്ങനെ ഒരു നിമിഷം മൗനമായി ഇരിക്കുകയും മറ്റും ചെയ്തു. ആ സമയത്താണ് ഗുരു പറയുന്നത്, എന്തിനും ഒരു അർത്ഥം വേണം, എന്തിനും ഒരു പ്രയോജനം വേണം, അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിനും ഒരു പ്രയോജനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, സാങ്കേതിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്നായി വരണം എന്നുള്ള ആ ഒരു ആശീർവാദം തരുന്നത്. കാലാകാലമായി ശിവഗിരി തീർത്ഥാടനം ആ തരത്തിലുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു വേദി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനത്തെ അറിവിൻ്റെ തീർത്ഥാടനം എന്ന് നമ്മൾ പറയുന്നത്. ശിവഗിരി തീർത്ഥാടനം പുതുവർഷത്തിൽ അത് ആരംഭിച്ചു. അതിനുശേഷം ജനബാഹുല്യം കൊണ്ട് അത് ഡിസംബർ 30, 31 തീയതി 2 ദിവസം മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ഡിസംബർ 30, 31, 1 തീയതികളിലായി നടക്കുന്നു. അതിനുശേഷം പിന്നീട് ജനബാഹുല്യം, ജിജ്ഞാസുക്കളുടെ എണ്ണവും ശ്രോതാക്കളായി വരുന്നവരും പഠിതാക്കളുടെയൊക്കെ ബാഹുല്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് അത് പിന്നീട് ഡിസംബർ 25-ാം തീയതി മുതൽ അത് ആരംഭിക്കുന്നു. പിന്നീട് ഡിസംബർ 20 ആവുന്നു. ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ശിവഗിരി തീർത്ഥാടനത്തിലുള്ള സന്ദർശകരും എല്ലാം തന്നെ ഡിസംബർ മാസം 15-ാം തീയതി മുതൽ തന്നെ അത് ആരംഭിക്കുന്നതാണ്. ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകതയായി ശിവഗിരി മഠം അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നത് ഒരു ശിവഗിരി തീർത്ഥാടന മഹാപ്രശ്നോത്തരി, ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ക്വിസ് പ്രോഗ്രാം ഡിസംബർ 25-ാം തീയതിയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗുരുദേവൻ്റെ ജീവചരിത്രം, ഗുരുദേവൻ്റെ ദർശനം, ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാർ, ഗുരുദേവൻ്റെ പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ കൃതികൾ, ഈ വക വിഷയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഇവിടെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു മെഗാ ക്വിസ് പ്രോഗ്രാമാണ് ശിവഗിരി മഠം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്വിസ് പ്രോഗ്രാം? വളരെയധികം ജിജ്ഞാസുക്കൾ ഇന്ന് ഗുരുവിനെക്കുറിച്ച് ഇന്ന് ഓഫ്ലൈനായും ഓൺലൈനായും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകാനും കൂടുതൽ ആളുകൾ ഈ പഠന രംഗത്തേക്ക് വരുവാനും അവരുടെയൊക്കെ അറിവിനെയും അവരുടെയൊക്കെ പഠനോത്സുകതയെയും നമ്മൾ അതിനെയൊക്കെ പൊതുവേദിയിൽ അംഗീകരിക്കാനും അവർക്കുള്ള വേദിയായി തീരുകയും ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന് 1ാം സ്ഥാനത്തേക്ക് വരുന്നവർക്ക് നമ്മൾ 50,000 രൂപ 1ാം സമ്മാനമായും, 40,000 രൂപ 2ാം സമ്മാനമായും, 30,000 രൂപ 3ാം സമ്മാനമായും, പിന്നീട് വരുന്ന 10 പേർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനമായി 10,000 രൂപ വീതവും ആണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് സമ്മാനത്തുക എന്നതിനേക്കാൾ ഉപരി ഒരു അംഗീകാരമാണ്. ജിജ്ഞാസുക്കളായിട്ടുള്ളവരുടെ പഠന ഉത്സുകതയെ അംഗീകരിക്കുക, അവർക്ക് പ്രോത്സാഹനം നൽകുക, പുതിയ പുതിയ പഠന ഗ്രൂപ്പുകൾ ഗുരുവിനെക്കുറിച്ച്, ഗുരുവിൻ്റെ ദാർശനികതയെക്കുറിച്ചും ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം തരത്തിലൂടെയാണ് രൂപപ്പെട്ടത് എന്നും, അതേപോലെ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ ആഴത്തിൽ അവഗാഹതയോടുകൂടി പഠിക്കുന്ന ഒരു വിഭാഗം പുതുതായിട്ട് ഉണ്ടാകണം. അത് ജാതിക്കും മതത്തിനും ദർശനത്തിനുമൊക്കെ അതീതമായിട്ടുള്ള പഠിതാക്കളുണ്ടാകണം. അവരുടെ ഒരു സംവാദ ഭൂമിയായി തീരണം ശിവഗിരി തീർത്ഥാടനം
എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം നമ്മൾ നടത്തുന്നതും. 25-ാം തീയതി ചെറിയ ഒരു ഉദ്ഘാടന സമ്മേളനത്തോടു കൂടി നമ്മൾ 10 മണി മുതലാണ് നമ്മൾ ക്വിസ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് ശിവഗിരി തീർത്ഥാടനവുമായി സംബന്ധിച്ചുള്ള പോസ്റ്റുകളിൽ അതിൽ ഗൂഗിൾ ഫോമുകളൊക്കെ അവൈലബിൾ ആണ്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് അതിനു വേണ്ട ഗൂഗിൾ ഫോമുകൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഒപ്പം തന്നെ അത് 10 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ റൗണ്ട് മത്സരം ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും 2ാം റൗണ്ട് മത്സരം ഉണ്ടാകും. ആ 2ാം റൗണ്ട് മത്സരത്തിൽ നിന്ന് നമ്മൾ 13 പേരെ അതിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഓഡിയോ, വീഡിയോ, വിഷ്വലായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് റൗണ്ട് നമ്മൾ മത്സരം നടത്തും. ആ മത്സരത്തിൽ നിന്ന് നമ്മൾ 1ാം സ്ഥാനക്കാരെയും 2ാം സ്ഥാനക്കാരെയും 3ാം സ്ഥാനക്കാരെയും മറ്റുള്ളവരെയും നമ്മൾ തിരഞ്ഞെടുക്കും. അതിന് വളരെ വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റിയും അതേപോലെ തന്നെയുള്ള അതിനുവേണ്ടി ഒരു സംഘാടക സമിതിയാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. ഒട്ടും കുറ്റമില്ലാത്ത രീതിയിൽ അതിനെ നമുക്ക് നടത്തിയെടുക്കാനാണ് സാധിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിനോട് മുൻപായി അതിനോടനുബന്ധമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഗുരുവിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് അവരുടെ അറിവിനെ പങ്കുവെക്കുകയും ചെയ്യുന്ന വലിയൊരു ആധികാരിക വേദി ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മുഖ്യമായും മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ അതിൽ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. 8ാം ക്ലാസ് മുതൽ മുന്നോട്ട് എല്ലാവർക്കും പ്രായഭേദമില്ലാതെ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അതിലെല്ലാവരും നിങ്ങൾ പങ്കെടുക്കുക. ഇതൊരു വലിയൊരു അവസരം കൂടിയാണ്. ഒപ്പം തന്നെ നമ്മൾ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മുടെ കയ്യിൽ നമ്മൾ ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞ വിഷയങ്ങളെ നമുക്ക് ആ ഒരു വേദിയിൽ നമുക്കൊന്ന് വിചാരം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്തേ.